ഹായ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്കമീൻ തോരനാണ്. അതിന് വേണ്ടി ഉണക്കമീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് തക്കാളി, സവോള, പച്ചമുളക്, കുറച്ച് പുളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിരകിയ തേങ്ങ, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ കാന്താരി മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാന്താരി മുളക് ഇവിടെ സമൃദ്ധമായി കിട്ടാനുള്ളത് കൊണ്ട് ഞാൻ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയും കാന്താരിയും ഒക്കെ ഒന്ന് ചതച്ച് കൊണ്ടുവരാം. അരക്കണ്ട, ചതച്ചാൽ മതി. അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ നമുക്ക് ഉണക്കമീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ച തേങ്ങയും കാന്താരി മുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി മിക്സാക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിൽ വെന്ത് കിട്ടണമല്ലോ. നന്നായി മിക്സാകണം. അതിനുവേണ്ടി നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലപോലെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ല തീയിൽ തന്നെ വേവിക്കാം. തിളക്കുന്നത് വരെ തിളച്ച് വരട്ടെ. അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തിളച്ച് വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല കളറായി വന്നിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഉണക്കമീൻ തോരനല്ലേ. എനിക്കിഷ്ടമാണ്. ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അതുപോലെ തന്നെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. നമുക്ക് അടച്ച് വെച്ച് ഫ്ലെയിമിലിടാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട്. അതിനുവേണ്ടി നമുക്കൊന്ന് ഇനി അടച്ച് വെക്കണ്ട, തുറന്ന് വെക്കാം. വെള്ളം ഒന്ന് വറ്റി വന്നോട്ടെ. നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല, കാരണം ഉണക്കമീനിന് തന്നെ നല്ലപോലെ ഉപ്പുള്ളതാണല്ലോ. അതുകൊണ്ട് ഉണക്കമീനിൻ്റെ ഉപ്പ് കാരണം ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിച്ചിടുന്നതിനേക്കാളും നല്ലത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.